കൽപ്പന ചൗള ഒരു രാജ്യത്തിന്റെ അഭിമാനം, ഒരു ലോകത്തിന്റെ പ്രചോദനം. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ആകാശത്തെ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടി. അവൾ പിന്നീട് നാസയിലെ ഒരു ആസ്ട്രോനോട്ടായി മാറി. പക്ഷെ അവളുടെ അവസാന യാത്ര സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ വിജയകരമായി മടങ്ങിയെത്തേണ്ടതായിരുന്നു. അവൾ ഭൂമിയിൽ നിന്ന് കുറച്ച് നിമിഷങ്ങൾ മാത്രം അകലെയായപ്പോൾ ചരിത്രം ഒരു ദുഃഖകരമായ വഴിത്തിരിവെടുത്തു. സ്പേസ് ഷട്ടിൽ കൊളംബിയ ഡിസാസ്റ്റർ അവളുടെ ജീവനെടുത്തു. ഈ ഒരു ദുരന്തത്തിന്റെ പിന്നിലുള്ള നിഗൂഢതയെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. കൽപ്പന ചൗള എന്ന പേര് ഇന്ന് ലോകമെമ്പാടും പ്രചോദനത്തിന്റെ പ്രതീകമാണ്. പക്ഷെ ആ വലിയ വിജയങ്ങളുടെ പിന്നിൽ ഒരു ചെറിയ നഗരത്തിലെ കുഞ്ഞിന്റെ വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. 1962 ഹരിയാനയിലെ കർണാൽ എന്ന് പറഞ്ഞ ചെറിയ പട്ടണത്തിൽ കൽപ്പന ജനിച്ചു. ആ കാലത്ത് ഒരു പെൺകുട്ടി ആകാശത്ത് നോക്കി ഞാൻ അവിടെ എത്തണമെന്ന് പറയുന്നത് അപൂർവമായിരുന്നു. എന്നാൽ കൽപ്പന സാധാരണ കുട്ടിയായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് ആകാശത്തോടും വിമാനങ്ങളോടും അസാധാരണമായ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ മറ്റു കുട്ടികൾ കളിക്കാൻ മുഴുങ്ങുമ്പോൾ കൽപ്പന പലപ്പോഴും ആകാശത്ത് നോക്കി നിന്നിരുന്നു. നീലാകാശത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് പറക്കുന്നത്? ഞാനും ഒരിക്കൽ ഇതിൽ പറക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിരന്തരം നിറഞ്ഞിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കൽപ്പനയ്ക്ക് സയൻസിനോടും പ്രത്യേകിച്ച് ഫിസിക്സിനോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. കാലക്രമേണ അവളുടെ ഈ ചെറിയ സ്വപ്നങ്ങൾ വലിയ ലക്ഷ്യങ്ങളായി മാറി. ആകാശം മാത്രമല്ല, അതിനപ്പുറമുള്ള ബഹിരാകാശം പോലും അവളുടെ ലക്ഷ്യമായി മാറി. സ്കൂൾ പഠനം പൂർത്തിയായ ശേഷം കൽപ്പന തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നെടുത്തു. അവൾ എയറോനോട്ടിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നാണ് തീരുമാനമെടുത്തത്. ഇത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ മേഖല വളരെ അപൂർവമായിരുന്നു. പലരും ചോദിച്ചു, ഇത് വളരെ കഠിനമായ കോഴ്സാണ്, പെൺകുട്ടികൾക്ക് അനുയോജ്യമാണോ? പക്ഷെ കൽപ്പനയുടെ മറുപടി നിശബ്ദമായിരുന്നെങ്കിലും ശക്തമായിരുന്നു. എനിക്കിത് പഠിച്ചേ പറ്റൂ. അവൾ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടി. അവിടെ അവൾ എയറോനോട്ടിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു. എന്നാൽ കൽപ്പന ഒരിക്കലും അത് ഒരു തടസ്സമായി കണ്ടില്ല. പക്ഷെ അവളുടെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിച്ചില്ല. ഇന്ത്യയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അവൾ ഒരു വലിയ തീരുമാനമെടുത്തു. അമേരിക്കയിലേക്ക് പോകണം. ഈ ഒരു തീരുമാനം എളുപ്പമല്ലായിരുന്നു. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ജീവിതം എല്ലാം അന്യമായിരുന്നു. എന്നാൽ സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ പേടി ചെറുതാകുന്നു. അങ്ങനെ കൽപ്പന അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. അവൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് അർലിംഗ്ടണിൽ മാസ്റ്റേഴ്സ് പഠനം ആരംഭിച്ചു. അവിടെ പഠനം കൂടുതൽ ആഴത്തിലായിരുന്നു. പുതിയ ആശയങ്ങൾ, അഡ്വാൻസ്ഡ് ടെക്നോളജി, റിസർച്ച് ഇവയെല്ലാം അവളുടെ അറിവിനെ മറ്റൊരു നിലയിലേക്ക് ഉയർത്തി. അമേരിക്കയിലെ ഉയർന്ന പഠനവും ഗവേഷണവും പൂർത്തിയാക്കിയ ശേഷം കൽപ്പന തന്റെ സ്വപ്നത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവൾ ഒരു എയറോസ്പേസ് എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു. വിമാനങ്ങളും ബഹിരാകാശ സാങ്കേതിക വിദ്യകളും സംബന്ധിച്ച് അവളുടെ അറിവ് ദിനം പ്രതിദിനം കൂടുതൽ ആഴത്തിലായി. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ബഹിരാകാശത്ത് പോകണം. ഈ സ്വപ്നത്തിന് യഥാർത്ഥമാക്കാനുള്ള ഏക വാതിലായിരുന്നു നാസ. നാസയിൽ ആസ്ട്രോനോട്ട് ആകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുന്നു. പക്ഷെ വളരെ കുറച്ച് പേരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. കൽപ്പനയ്ക്കും അത് അറിയാമായിരുന്നു. പക്ഷെ അവൾ പേടിച്ചില്ല. അവൾ നാസയിൽ അപേക്ഷിച്ചു. അവളുടെ യോഗ്യതകൾ ശക്തമായിരുന്നു. അമേരിക്കയിൽ ഉയർന്ന വിദ്യാഭ്യാസം, PhD, ഗവേഷണ പരിചയം. 1994 ആ വലിയ നിമിഷമെത്തി. കൽപ്പന ചൗള ആസ്ട്രോനോട്ട് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു വാർത്തയല്ലായിരുന്നു, അതൊരു സ്വപ്ന യാഥാർത്ഥ്യമായ നിമിഷമായിരുന്നു. ട്രെയിനിങ് എളുപ്പമായിരുന്നു. ഇതൊരു സാധാരണ ജോലിയല്ല, ജീവനും മരണവും തമ്മിലുള്ള ഒരു പരിശീലനമായിരുന്നു. കൽപ്പനയ്ക്ക് പഠിക്കേണ്ടി വന്നത് സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്നതായിരുന്നു. ഇമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കണം, സ്പേസ് ക്രാഫ്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, വാട്ടർ സർവൈവൽ ട്രെയിനിങ്, ഫ്ലൈറ്റ് സിമുലേഷൻ, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, ഇതെല്ലാം പ്രതിദിനം അവളുടെ പരിധികളെ പരീക്ഷിച്ചു. പലരും ഇവിടെ വീഴുന്നു. പക്ഷെ കൽപ്പന ഒരിക്കലും വഴിമാറിയില്ല. ഒരു പെൺകുട്ടി, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ, ഇപ്പോൾ നാസയിലെ ആസ്ട്രോനോട്ട് ട്രെയിനിങ്ങിൽ നിൽക്കുകയാണ്. അവളുടെ ഓരോ പടിയും ഒരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. കൽപ്പന ചൗളയുടെ ജീവിതം ഒരു സ്വപ്നത്തിന്റെ ഉയരത്തിലേക്ക് എത്തിയിരുന്നു.
പക്ഷെ ചില കഥകൾ അതിന്റെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ തന്നെ ഒരു ദുഃഖകരമായ തിരിവ് എടുക്കും. 2003 കൽപ്പന തന്റെ രണ്ടാമത്തെ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറായി. അവൾ വീണ്ടും യാത്ര തിരിച്ചത് സ്പേസ് ഷട്ടൽ കൊളംബിയയിലായിരുന്നു. ഈ മിഷൻ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 16 ദിവസത്തോളം അവൾ ബഹിരാകാശത്ത് പ്രവർത്തിച്ചു. ഗ്രാവിറ്റി ഇല്ലാത്ത ലോകത്ത് മനുഷ്യർക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ആ സമയം മുഴുവൻ കൽപ്പന തന്റെ ജോലി അതിയായ സമർപ്പണത്തോടെ നിർവഹിച്ചു. അവൾ ഒരു ആസ്ട്രോനോട്ട് മാത്രമായിരുന്നില്ല, അവൾ മനുഷ്യജാതിയുടെ പ്രതിനിധിയായിരുന്നു. അങ്ങനെ മിഷൻ എല്ലാം അവസാനമാക്കി അവൾ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറായി. അങ്ങനെ 2003 ഫെബ്രുവരി 1 അതൊരു സാധാരണ ദിവസം ആകേണ്ടതായിരുന്നു. പക്ഷെ അത് ചരിത്രത്തിലെ ഒരു ദുഃഖകരമായ ദിവസമായി മാറി. സ്പേസ് ഷട്ടൽ കൊളംബിയ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം വലിയ അപകടമായി മാറി. ഇത് പിന്നീട് അറിയപ്പെട്ടത് സ്പേസ് ഷട്ടൽ കൊളംബിയ ഡിസാസ്റ്റർ എന്ന പേരിലായിരുന്നു. എന്നാൽ യഥാർത്ഥമായി സംഭവിച്ചത് 2003 ജനുവരി 14 സ്പേസ് ഷട്ടലിനെ ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്കിൽ നിന്നുള്ള ഇൻസുലേഷൻ പീസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഫോം വളരെ വേഗത്തിൽ ഷട്ടിലിന്റെ ഇടത് ചിറകിൽ വന്നിടിച്ചു. അതിലൂടെ ഇടത് ചിറകിലുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ ടൈൽസ് നശിച്ചുപോയി. ചെറിയൊരു ദ്വാരവും ഉണ്ടാക്കി. അന്ന് ഇതിനെ വലിയ പ്രശ്നമായി കരുതിയില്ല. എന്നാൽ ഈ സ്പേസ് ഷട്ടൽ തിരിച്ചു ഭൂമിയിലേക്ക് വരുമ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസ് വരെ പോയി. സാധാരണയായി ഹീറ്റ് പ്രൊട്ടക്ഷൻ ടൈൽസ് ഷട്ടിലിനെ സംരക്ഷിക്കണം. പക്ഷെ ആ ഒരു ചെറിയൊരു ഡാമേജ് ഉള്ളതുകൊണ്ട് ചൂടുള്ള വാതകങ്ങൾ അകത്തേക്ക് കയറി. അത് മെല്ലെ മെല്ലെ ചിറകിന്റെ അകത്തിലെ സ്ട്രക്ചറിനെ നശിപ്പിച്ചു. അവസാന നിമിഷം എല്ലാ സെൻസറും ഒന്നായി ഫെയിലായി. ഒടുവിൽ സ്പേസ് ഷട്ടൽ ആകാശത്തിൽ നിന്ന് തന്നെ തകർന്നു ചിതറിപ്പോയി. ഈ ദുരന്തം അറിയപ്പെടുന്നത് സ്പേസ് ഷട്ടൽ കൊളംബിയ ഡിസാസ്റ്റർ എന്ന പേരിലായിരുന്നു. കൽപ്പന ചൗള ഉൾപ്പെടെ 7 ആസ്ട്രോനോട്ട് ജീവൻ നഷ്ടപ്പെട്ടു. കൽപ്പന ചൗള നമ്മെ പഠിപ്പിച്ചത് സ്വപ്നങ്ങൾ വലുതാക്കണം, അവയ്ക്ക് വേണ്ടി പോരാടണം. ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ബഹിരാകാശത്തിലേക്ക് അവളുടെ യാത്ര നമ്മെ പ്രചോദിപ്പിക്കുന്നു. അവൾ ഇന്നില്ല, പക്ഷെ അവളുടെ സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നു. ചില മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ കൊണ്ടാണ് ലോകത്തെ മാറ്റുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.